ഷെറിൻസ് ടേസ്റ്റ് ദ ബെസ്റ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈദ് സ്പെഷ്യലായിട്ട് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അറേബ്യൻ ഡെസേർട്ടാണ്. അതാണ് അലി. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുമാണ് ഇതിന്. ഇതിൽ കുറേ നട്ട്സും തേങ്ങയും പാലും ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്. ഇതിനൊരു അറേബ്യൻ ഡെസേർട്ട് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു ഈജിപ്ഷ്യൻ ഡെസേർട്ട് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ ഉത്ഭവം ഈജിപ്തിൽ നിന്നാണ്. ഇതിൻ്റെ പിറകെ ഒരു വലിയ ചരിത്രം തന്നെയുണ്ട്. പക്ഷെ അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 10 സ്ലൈസ് ബ്രെഡ് സൈഡ് കട്ട് ചെയ്ത് ചെറുതാക്കി കട്ട് ചെയ്തതാണ്, 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, 1/2 കപ്പ് കോൺഫ്ലോർ, 1 കപ്പ് പഞ്ചസാര, 1.5 ടീസ്പൂൺ വാനില എസൻസ്, 1 ലിറ്റർ പാല്, പിന്നെ കാഷ്യൂ, പിസ്ത, റേസിൻസ്, ആൽമണ്ട് ഇതെല്ലാം ഒരു 25 ഗ്രാം വീതം. പിന്നെ 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ വേണം. ഞാനതിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി ഒരു കടായിലേക്ക് ഓയിൽ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം നമുക്ക് ഈ ബ്രെഡ് സ്ലൈസസ് ഓരോന്നായിട്ട് അതിലിട്ട് കൊടുക്കാം. അത് ഏകദേശം ഒരു ബ്രൗൺ കളറായി ഒന്ന് ക്രിസ്പി ആയി കഴിഞ്ഞാൽ നമുക്കത് കോരി മാറ്റി വയ്ക്കാം. ഒരു പ്ലേറ്റിൽ ടിഷ്യൂ വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ ബ്രെഡ് ഇടുകയാണെങ്കിൽ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ അത് വലിച്ചെടുത്തോളും. ഇനി ഒരു സോസ് പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ 1/2 ലിറ്റർ പാൽ ഒഴിച്ചു വിടണം. ഇപ്പോൾ പകുതി പാൽ മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇത് തിളക്കാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 1 നുള്ളു കുങ്കുമം ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. പിന്നെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഇത്രയും കൂടെ നമ്മൾ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചാൽ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടി പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതെല്ലാം കൂടി ഇട്ട് നന്നായി തിളപ്പിച്ച് ചൂടോടെ തന്നെ നമ്മളിത് ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഏത് പാത്രത്തിലാണോ പുഡിംഗ് സെറ്റാക്കാൻ വെക്കുന്നത് അതിലേക്ക് ബ്രെഡ് സ്ലൈസസ് ഇതുപോലെ നിരത്തി വെക്കണം. എന്നിട്ട് ചൂടോടെ തന്നെ നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ബ്രെഡൊക്കെ നന്നായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റായി കിട്ടും. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ മാറ്റി വെച്ച തേങ്ങയും ബാക്കിയുള്ള നട്ട്സും എല്ലാം ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം. മുഴുവനായിട്ടും ഇപ്പോൾ ഇട്ട് കൊടുക്കരുത്. ഇനി അടുത്ത ലെയർ വരുമ്പോൾ അതിൻ്റെ മേലെ ഇടാനും കൂടെ ഉള്ളത് നമ്മൾ ബാക്കി മാറ്റി വയ്ക്കണം. ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് കുറച്ചും കൂടെ നല്ലത്. പക്ഷേ ഞാനിവിടെ സാധാ നമ്മുടെ തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കാഷ്യൂസും ആൽമണ്ട്സും നമ്മൾ വെറുതെ ഒന്ന് ഓയിലൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് ഇടുന്നത് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അതായിരിക്കും കുറച്ചും കൂടെ നന്നാവും. ഇനി അതേ പാനിൽ തന്നെ ബാക്കി വരുന്ന 1/2 ലിറ്റർ പാലും കൂടെ ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കാം. ഇനി ഇത് തിളക്കാറാവുമ്പോൾ 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും 1/2 ടീസ്പൂൺ വാനില എസൻസും 1 നുള്ളു കുങ്കുമവും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച 1/2 കപ്പ് കോൺഫ്ലോറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാലിലേക്ക് ഒഴിക്കണ സമയത്ത് തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ കട്ട പിടിച്ചു പോവും. ഏകദേശം ഇതുപോലത്തെ കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് ചൂടോടെ തന്നെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ബ്രെഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ സ്പൂൺ വെച്ച് എല്ലാ സൈഡും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി നേരത്തെ മാറ്റി വെച്ച തേങ്ങയും ബാക്കി വന്ന നട്ട്സും എല്ലാം കൂടെ നമുക്കിതിൻ്റെ മേലെ ഇട്ട് ഒന്നുകൂടെ ഗാർണിഷ് ചെയ്യാം. ഇത് 2 ടൈപ്പിലും കഴിക്കാം. ചൂടോടെയും കഴിക്കാം, തണുപ്പിച്ചും കഴിക്കാം. നല്ല ടേസ്റ്റിയാണിത്. തേങ്ങയും നട്ട്സും എല്ലാം കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണിതിന്. ഏകദേശം ഒരു റഫേലോ മിഠായിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരും. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പുഡിംഗ് പോലെയല്ല, ഒരു വേറെ തന്നെ ടേസ്റ്റാണ് ഇതിന്. എന്നാൽ വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം.
അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. ഇപ്രാവശ്യം എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കണം. പെരുന്നാളൊക്കെ കുടുംബത്തോടൊപ്പം നല്ല സന്തോഷമായിട്ട് കഴിയണം. ഞാൻ എന്നും പറയും പോലെ തന്നെ വീണ്ടും പറയാണ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വീണ്ടും ഒരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി റെസിപ്പിയുമായി ഞാൻ വരാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷെറിൻ.